പണ്ടെന്നോ ഹൈദരാബാദ് പോയപ്പോ അവിടുത്തെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്ന ഒരു വൃദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചിന്തിക്കും. രാവിലെ എണീറ്റാൽ എന്റെ ശീലം പലതും നമ്മൾ ആലോചിക്കുമല്ലോ. ഇന്ന ആളിങ്ങനെ പറഞ്ഞു, ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് മറന്നതും പിന്നീട് ഓർക്കും, ഇത് ശരിയാണല്ലോ, ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ. അതിലൊക്കെ വളരെ വലിയ ജീവിത സത്യം ഉണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അതിനെന്താ മനസ്സിലാക്കാനുള്ളതെന്ന്. അപ്പൊ അദ്ദേഹം ഒരു കഥ പോലൊരു കാര്യം പറഞ്ഞു. ഒരു ഗണേശ ഭട്ട് എന്നൊരു കഥാപാത്രം. ആ കഥാപാത്രം കേട്ടിട്ട് മലയാളിയാന്ന് തോന്നുന്നില്ല, ആയിക്കോട്ടെ. അയാള് ഹൈദരാബാദുകാരനാണല്ലോ. വലിയ ഗണപതി ഭക്തൻ ആയിരുന്നു. ആ വളരെ വലിയ ഗണപതി ഭക്തനാവുമ്പോൾ ധാരാളം സിദ്ധികൾ അദ്ദേഹത്തിന് ഉണ്ടായി തുടങ്ങി. ആ ഗണേശ ഭട്ടിന്റെ സിദ്ധികള് എല്ലാവർക്കും ഇഷ്ടമായി. രാജഭരണകാലമാണ്, രാജാവിനും ഇഷ്ടമായി. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, നാം ഒരു കാര്യത്തില് ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കും സിദ്ധികൾ ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. എന്തോ സിദ്ധിനോട് കേൾക്കുമ്പോ ആകാശത്ത് നിന്ന് ശൂന്യന് എന്തോ എടുക്കുക, മാമ്പഴം എടുക്കാനുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ഓരോരുത്തരും ഓരോന്ന് ഉപാസിക്കുന്നില്ലേ? മോഷ്ടാവ് വരെ. മോഷ്ടാക്കള് സ്ഥിരം മോഷ്ടാവാണ്, എങ്ങനെ മോഷ്ടിക്കണമെന്ന് മാത്രമേ അവർക്ക് വിചാരമുള്ളൂ. ഒരു മോഷ്ടാവിൽ നിന്നാണ് ഞാനൊരു കാര്യത്തെ പറ്റി ആദ്യം കേൾക്കുന്നത്. പരിസരം കെട്ടുക എന്നൊരു കൺകെട്ട് ഉണ്ടല്ലോ. കണ്ണ് കെട്ടതാണല്ലോ കൺകെട്ട. കണ്ണിങ്ങനെ പിടിച്ച് കെട്ടണമെന്നില്ല. നിങ്ങളുടെ കണ്ണിനെ എന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാനൊരു വലിയൊരു കാര്യം കാണിക്കുന്നു, ഇതാണ് കൺകെട്ട്. പരിസരം കെട്ടല്. പരിസരത്ത് മിക്കവാറും കള്ളന്മാർ വരുമ്പോ പരിസരത്ത് എന്റെ വീട്ടിലൊരു കള്ളൻ കയറാനൊരു ശ്രമം നടത്തി. ശബ്ദം കേട്ടു ഉണർന്നു. ആ പുള്ളി അവിടുന്ന് പോയി. അടുത്ത വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്തു, ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അലഞ്ഞു തിരിയുന്ന നായകളുടെ ബഹളം കൊണ്ട് വൈകിട്ട് എന്റെ വീട്ടിലേക്ക് ഞാനാ വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. കയ്യിൽ വടി കരുതണം. ഈ നായകളൊക്കെ അവിടെ പോയി? ഒന്നും കുറച്ചില്ലല്ലോ. എന്തോ ഒരു അത്ഭുതം അവരുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. മോഷ്ടിക്കാൻ വരുമ്പോ ആരും കാണുന്നില്ല. ഇവര് പരിസരം കെട്ടലല്ല വിഷയം. ഒരു കാര്യത്തിലേക്ക് നാം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിദ്ധികൾ ഉണ്ടാകും. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സിദ്ധി ഉണ്ട്. നമ്മുടെ സിദ്ധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അത് വേണമെങ്കിൽ ഇന്റർവ്യൂ പോലെ എഴുതാം, ഇന്നെ പോലെ പറഞ്ഞു. അതേ എനിക്ക് പറ്റുള്ളൂ, വേറെ കാര്യം പറ്റില്ല. ഇതിൽ ചില ദേവതകളെ ഉപാസിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അനുഗ്രഹം കിട്ടും. അങ്ങനത്തെ ദേവതകൾ ഉണ്ട്. ഏതൊക്കെ ദേവതകളാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ രഹസ്യമായ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വെളിപ്പെടുത്താറില്ല. അവര് നാമം ജപിക്കുമ്പോൾ ആ ദേവതകൾ നമ്മളെ കൊല്ലുന്ന ദേവതകളുണ്ട്. ഈ സിദ്ധികളൊക്കെ തന്നിട്ട് ആ ദേവതയുടെ ഉപാസന കൊണ്ട്
2-3 ആഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ അതിന്റെ സിദ്ധികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടേ അതിലത്തെ ഒരു ദേവതയുടെ ശീലമാണ് ഇതുപോലെ ഉപാസിക്കുന്നവരെ നശിപ്പിക്കുക. ആ സേവ കൊണ്ട് നശിപ്പിക്കുക. ഒരു ദേവതയ്ക്ക് പുരുഷന്മാരോട് വിരോധമുണ്ട്. പുരുഷന്മാരാണെങ്കിൽ അവരെ നശിപ്പിച്ച് പിച്ച് ചീന്തിക്കളയുമെന്നുള്ളതാണ് സത്യം. ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള വിഷയമല്ലാത്തതിനാൽ ഒരു കൗതുകത്തിന് ഇതൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. നാം ഉപാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വ്യായാമം ചെയ്യാൻ പോയാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ചില സിദ്ധികളും മാംസപേശികളൊക്കെ പ്രവർത്തിക്കും. ഇപ്പൊ എനിക്കെന്നെ ഇഷ്ടമായത് ഒരു വോളിബോൾ ആണ് തോന്നുന്നത്. ഒരു വലിയൊരു സെലിബ്രിറ്റി അതിന്റെ ഉദ്ഘാടനത്തിൽ വന്നു. TV-യിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബോൾ വാങ്ങിയിട്ട് അങ്ങനെ ഇട്ടു. അത് കൃത്യമായിട്ട് അതിലോട്ട് വീണു. മുമ്പേ പഠിച്ച ആളായിരിക്കാട്ടോ, അല്ലാതെ ഇത് പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. സിദ്ധികൾ വല്ലാതെ വരും. ഉപാസനാമൂർത്തിയായിട്ട് കണക്ഷൻ വരുമ്പോൾ ഈ ഗണേശ് ഭട്ട് എന്ന് പറയുന്ന ആള് രാജകൊട്ടാരത്തിൽ വളരെ സിദ്ധികൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതില് സാത്വിക ദേവതകളെ കുറിച്ച് പറയാം. ഹനുമാൻ സേവ വളരെ കാലമൊന്നും വേണ്ട, കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഹനുമാൻ സേവയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. ചില റെസിസ്റ്റിംഗ് പവർ തന്നെ ദേവതയായിട്ട് നിൽക്കുന്ന ദേവതകളുണ്ട്. അതിന്റെ സ്ഥലങ്ങൾ ഉണ്ട്. ഉപാസന കൊണ്ട് ഗുണം കിട്ടും. ഗണേശ് ഭട്ട് ഇത് ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ഗണപതിയെ സ്വന്തം ഒരു ജോലിക്കാരനായ പോലെ കരുതി ഓരോരോ അത്ഭുതങ്ങൾ കാണിക്കും, സിദ്ധി കിട്ടും, ഇയാൾക്ക് ധാരാളം പൈസ കിട്ടൽ തുടങ്ങി. ആ നാട്ടില് വേറെ ആള് വന്നു, തുക്കാറാം. ശിവജിയുടെ ഗുരുനാഥനായുള്ളൊരു തുക്കാറാമുണ്ട്. ആ തുക്കാറാമും ഇതും ഒരാളാണോ എന്ന് എനിക്കറിയില്ല. ആരോ പറഞ്ഞു കേട്ട കഥ ഞാൻ പറയുകയാണ്. ആ തുക്കാറാമാവാൻ സാധ്യതയില്ല, ആയിന്നും വരാം. അങ്ങനെ രാജകൊട്ടാരത്തിലൊക്കെ വന്നു, ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ഇദ്ദേഹം സിദ്ധികളൊന്നും പേടിപ്പിക്കില്ല, തുക്കാറാം. അപ്പൊ ഈ ഗണേശ് ഭട്ട് തുക്കാറാമിനെ പറ്റി കേട്ടിട്ട് ഇപ്പണ്ട് ഒരുത്തൻ വന്നിട്ട് ഒരു വെസ്റ്റിനും കൊള്ളില്ല, ഒരു ബുദ്ധിയില്ല, ഒരു കഴിവില്ല എന്നൊക്കെ കൊണ്ട് പരിഹസിക്കും. തുക്കാറാം മറുപടിയൊന്നും പറയില്ല. അദ്ദേഹം പേടിപ്പിക്കാൻ ഉള്ളതല്ല. സിദ്ധികൾ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കിട്ടും, പ്രകടിപ്പിക്കാനുള്ളത് അല്ല. പല ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. എവിടെ അബദ്ധം പറ്റുന്നത്? നമുക്കൊക്കെ സിദ്ധികളുണ്ട്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്ന് പറഞ്ഞാൽ ജ്യോതിഷം, പ്രവചനം ഒക്കെ അവിടെയാണ് വരുന്നത്. ഈ പ്രവചന ശക്തി നമ്മളിലുണ്ട്. അതിനെ കമേഴ്സ്യലായിട്ട് ആളുകൾ ക്യൂ നിൽക്കുക, ഫലം പറയുക, ഇത് വരുമ്പോൾ സിദ്ധി പ്രകടിപ്പിക്കാനുള്ളത് അല്ല. ഒരു പെൺകുട്ടി ഒളിച്ചോടിയ ന്യൂസ് കേട്ടപ്പോൾ ഒരു കാരണവര് പറഞ്ഞ വരിയാണ്, അവളുടെ പോക്ക് കണ്ടപ്പോഴേക്ക് പണ്ടേ തോന്നിയിരുന്നു. അയാള് പതിവാടിയിരിക്കണ കടയുടെ മുമ്പ് കൂടെയാണ് ഈ കുട്ടി പോവുക. ആ പോക്ക് കണ്ടപ്പോൾ തോന്നിയിരുന്നു എന്ന് പറഞ്ഞ ഒരർത്ഥത്തിലൊരു പ്രവചനമാണ്. ഇതൊക്കെ ഒരു സിദ്ധിയാണ് എല്ലാവർക്കും. ഗണേശ് ഭട്ട് വെല്ലുവിളിച്ചു തുക്കാറാമിനെ. അത്ര വലിയ കഴിവുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വെച്ചിട്ട് കാണിക്കണം. അയ്യോ, എന്റെ കഴിവ് അങ്ങനെ കാണിക്കാനുള്ളതല്ല, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് അങ്ങയോട് ശിഷ്യനാവാം. അതെയോ, ഞാൻ എന്റെ ഗണപതി ഭഗവാനെ വെച്ചൊരു കളി കളിക്കാം. ആഹാരം കൊണ്ടുവരും, ഇത് ഗണപതി ഭക്ഷിക്കും.
ആയിക്കോട്ടെ, കാണിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരം എന്തോ കൊണ്ടുവച്ചു. ഇദ്ദേഹം എന്തൊക്കെയോ സിദ്ധികൾക്ക് വേണ്ടി ഓരോന്നായി കാണിക്കുമല്ലോ. ഗണപതി ഭക്ഷിച്ചില്ല, പരാജയപ്പെട്ടു. തുക്കാറാമിന്റെ ഉപാസനാമൂർത്തി കൃഷ്ണനാണ്. തുക്കാറാം കൃഷ്ണനോട് ചോദിച്ചു, എന്തേ പരാജയപ്പെട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഉപാസനാമൂർത്തി ഗണപതിക്ക് ഇവിടെ വരാൻ നിവൃത്തിയില്ലാതെ വരാൻ കാരണം ഗണപതിയുടെ ഉപാസകനായിട്ടുള്ള ഒരാള് അമ്പലമുറ്റത്തെ കിണറ്റിൽ വീണു. ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ നോക്കണമല്ലോ. ഈ ഗണേഷ് ഭട്ടും രാജാവിന്റെ ആളുകളും പോയപ്പോ ഒരാൾ കുളത്തിൽ വീണിരിക്കണു, അയാളെ രക്ഷപ്പെടുത്തി ആരാ നിങ്ങൾക്കറിയില്ല, ആരോ എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. പൂജാരിയിട്ട പോയിട്ട് അമ്പലം തുറന്നപ്പോ ഗണേശ വിഗ്രഹത്തില് നനവ് കാണുന്നു, വസ്ത്രങ്ങളൊക്കെ നനവ് കാണുന്നു. ഇതൊക്കെ ഇങ്ങനെയാണോ എന്നല്ല ചോദ്യം. ഉപാസനയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അനവധി ചിന്തകളെ നാം സംസ്കരിച്ച് എടുക്കണം. ഇതൊന്നും അന്ധവിശ്വാസമെന്നല്ല. ഒരു അന്ധവിശ്വാസത്തിൽ നിന്നാണ് വലിയൊരറിവ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാനിത് പറയാൻ ഉപയോഗിച്ച സമയത്തിനേക്കാൾ എത്രയോ കൂടുതൽ സമയം എന്നോട് സംസാരിച്ച വൃദ്ധൻ സംസാരിച്ചപ്പോൾ ഞാൻ ക്ഷമാപൂർവ്വം കേട്ടുകൊണ്ടിരുന്നു. അതിന്റെ കാരണം അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഉപാസകന് കഴിവുകൾ ഉണ്ടാവും, സിദ്ധി പ്രകടിപ്പിക്കാനുള്ളതല്ല എന്നാണ് ചുരുക്കം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.